ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരള സ്റ്റൈൽ ഒരു ആലു പൊറോട്ടയുടെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ 3 കപ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് മാവ് ഒന്ന് കുഴച്ച് വയ്ക്കുക. ഇവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ച് ഈ പരുവത്തിലാവുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തേച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ചെറിയ മുളക്, നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച വെള്ള മുളകാണ്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ: ഗരം മസാല, പെരുംജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തിയും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ സവോള ചേർത്ത് കൊടുക്കണം. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഷെഫ്. നല്ല ആക്റ്റീവായിട്ടാണ് പ്രിപ്പറേഷന് കൂടെ നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഒന്ന് വേവിച്ച് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി സ്മാഷായി വന്നില്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും നമ്മൾ പരത്തുന്ന സമയത്ത്. ഇനി നമ്മൾ ഈ സവോളയുടെ കൂട്ടിലേക്ക് കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്, അതുപോലെ എടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയുടെയും ക്യാരറ്റിനും കൂടെ മിക്സ് ചേർത്ത് ഇതുപോലെ നല്ല ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോരോ ചെറിയ ബോളുകളായിട്ട് എടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഈ കൂട്ടി വെച്ചേക്കുന്ന പൊട്ടറ്റോയുടെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇതിനകത്തോട്ട് ഓരോ സ്പൂൺ വീതം വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ലിബ്രയുടെ റോട്ടി മേക്കറിലാണ് ഇതുണ്ടാക്കി എടുക്കുന്നത്. ആദ്യം നമ്മളിതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ്സായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു നമ്മൾ തിരിച്ചിട്ട പാർട്ട് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ചുട്ടെടുക്കണം. ഇവിടെ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന പോലെ ഒരുപാട് ഓയിലൊന്നും എടുക്കുന്നില്ല. നമ്മുടെ കേരള സ്റ്റൈൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.